ദൈവനാമത്തിൽ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാം ചിന്തിക്കാനായിട്ട് ഒരുങ്ങുന്നത് 2 ദിനവൃത്താന്തം 2-ാം അധ്യായത്തെക്കുറിച്ചാണ്. 2 ദിനവൃത്താന്തം 2-ാം അധ്യായം ശലോമോന്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ ദൗത്യങ്ങളിലൊന്നായ ദൈവാലയ നിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങളെ വിവരിക്കുന്നതാണ്. ഇതൊരു കെട്ടിട നിർമ്മാണ പദ്ധതിയുടെ ചരിത്രം മാത്രമല്ല, ദൈവ സാന്നിധ്യത്തിനു വേണ്ടി മനുഷ്യൻ തന്റെ കഴിവും സമ്പത്തും ബന്ധങ്ങളും എങ്ങനെ സമർപ്പിക്കണം എന്നതിൻ്റെ ആഴമുള്ള ആത്മീയ പാഠമാണ്. ദിനവൃത്താന്തകാരൻ ഈ അധ്യായത്തിൽ നിർമ്മാണത്തിൻ്റെ സാങ്കേതിക വിശദാംശങ്ങളെക്കാൾ ദൈവാരാധനയുടെ മഹത്വത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. ദൈവാലയം മനുഷ്യന്റെ മഹത്വം പ്രകടിപ്പിക്കാനല്ല, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താനാണ് നിർമ്മിക്കപ്പെട്ടത്. അതിനാൽ ഈ അധ്യായം ആരാധനയുടെ ദൈവശാസ്ത്രം, നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്വം, സഹകരണത്തിൻ്റെ ആവശ്യകത, ദൈവത്തിൻ്റെ സർവഭൗമാധികാരം എന്നിവയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം നാം നോക്കുമ്പോൾ, ദാവീദ് രാജാവ് ദൈവാലയം നിർമ്മിക്കുവാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും യുദ്ധജീവിതം നയിച്ചതിനാൽ ആ ചുമതല അദ്ദേഹത്തിന് ലഭിച്ചില്ല. ദൈവം ആ ദൗത്യം ശലോമോനു വേണ്ടി മാറ്റിവെച്ചു. സമാധാന കാലത്ത് ഭരിച്ച ശലോമോൻ തൻ്റെ ഭരണത്തിൻ്റെ പ്രധാന ലക്ഷ്യമായി ദൈവാലയ നിർമ്മാണത്തെ കണ്ടു. ഇത് ഒരു പ്രധാന ആത്മീയ സത്യം നമ്മെ പഠിപ്പിക്കുന്നു. ഓരോ തലമുറയ്ക്കും ദൈവം വ്യത്യസ്ത ദൗത്യങ്ങളെ നൽകുന്നു. ദാവീദ് ഒരുക്കി, ശലോമോൻ പണിതു. ദൈവത്തിൻ്റെ പ്രവൃത്തി തലമുറകളിലൂടെ മുന്നേറുന്നതാണ്. ഒരു ദേവാലയത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഇവിടെ ശലോമോൻ വ്യക്തമാക്കുന്നത്, താൻ നിർമ്മിക്കുന്ന ആലയം യഹോവയുടെ നാമത്തിനു വേണ്ടിയുള്ളതാണ് എന്നാണ്. 2 ദിനവൃത്താന്തം 2-ാം അധ്യായം 4-ാം വാക്യം അത് സൂചിപ്പിക്കുന്നു. അവിടെ ധൂപം അർപ്പിക്കുവാനും നിത്യപ്പം സമർപ്പിക്കാനും ഹോമയാഗങ്ങൾ നടത്താനും വേണ്ടിയാണ് ആലയം നിർമ്മിക്കപ്പെടുന്നത്. ഇവിടെ ഒരു പ്രധാന ദൈവശാസ്ത്ര സത്യം കാണാം. ദൈവാലയം മനുഷ്യന്റെ സൗകര്യത്തിനായല്ല, ദൈവാരാധനയ്ക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ്. ഇന്ന് സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈ അടിസ്ഥാന ലക്ഷ്യങ്ങളിലേക്ക് മടങ്ങി വരേണ്ടതുണ്ട്. കെട്ടിടങ്ങളും പരിപാടികളും സംഘടനകളുമെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്താൻ സഹായിക്കുന്ന ഉപാധികളായിരിക്കണം. ഇവിടെ ദൈവത്തിൻ്റെ മഹത്വത്തെയും മനുഷ്യന്റെ പരിമിതികളെക്കുറിച്ചും ശലോമോൻ വ്യക്തമാക്കുന്നു. ശലോമോൻ വളരെ ശ്രദ്ധേയമായ ഒരു വാക്ക് പറയുന്നുണ്ട്. ആകാശവും ആകാശാദി ആകാശവും അവനെ ഉൾക്കൊള്ളുന്നില്ല, എന്നാൽ ഞാൻ അവന് വേണ്ടി ഒരു ആലയം പണിയുന്നത് എങ്ങനെ? 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമുക്കത് കാണാം. ഇത് പഴയ നിയമത്തിലെ ദൈവത്തെക്കുറിച്ചുള്ള ഏറ്റവും ആഴമേറിയ പ്രസ്താവനകളിലൊന്നാണ്. ദൈവം ഒരു കെട്ടിടത്തിൽ ഒതുങ്ങുന്നവനല്ല, അവൻ സൃഷ്ടിയുടെ അതീതനാണ്. എങ്കിലും തൻ്റെ ജനത്തോടൊപ്പം വസിക്കുവാൻ അവൻ കൃപയോടെ താല്പര്യപ്പെടുന്നു. ഈ സത്യം ക്രിസ്തുവിലാണ് പൂർണ്ണമാകുന്നത്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 14 പ്രകാരം, വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു, തുടർന്ന് പരിശുദ്ധാത്മാവ് വിശ്വാസികളുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ ആലയമാക്കുന്നു എന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിലും നമുക്ക് കാണുവാനായി കഴിയും. ഇവിടെ വിദഗ്ധരുടെ പ്രാധാന്യത്തെക്കുറിച്ചും ശലോമോൻ വെളിപ്പെടുത്തുന്നുണ്ട്. ശലോമോൻ സോർ രാജാവായ ഹൂരാമിനോട് പ്രാവണ്യമുള്ള ശില്പിയെയും ലെബോനോനിലെ ദേവദാരു മരങ്ങളെയും അഭ്യർത്ഥിക്കുന്നുണ്ട്. ഇതിലൂടെ ദൈവത്തിൻ്റെ വേലയ്ക്ക് കഴിവും പരിശീലനവും ആവശ്യമാണ് എന്ന സത്യം വെളിപ്പെടുത്തുന്നു. ബൈബിളിൽ ആത്മീയതയും വൈദഗ്ധ്യവും പരസ്പരം വിരുദ്ധമല്ല. ദൈവം ബെസലേലിനെയും അഹോലിയാബിനെയും പരിശുദ്ധാത്മാവിനാൽ നിറച്ച് കൂടാര നിർമ്മാണത്തിനായി ഉപയോഗിച്ചതുപോലെ ഇവിടെ ശില്പികളും തൊഴിലാളികളും ദൈവത്തിൻ്റെ ദൗത്യത്തിൻ്റെ ഭാഗമാകുന്നു. സഭയിൽ സംഗീതം, നിർമ്മാണം, അധ്യാപനം, ഭരണനിർവഹണം, സാമ്പത്തിക കാര്യങ്ങൾ എന്നിവയെല്ലാം ദൈവം നൽകിയ ദാനങ്ങളാണ്. ഓരോ കഴിവും ദൈവമഹത്വത്തിനായി സമർപ്പിക്കപ്പെടണം. സഹകരണത്തിൻ്റെ ദൈവശാസ്ത്രത്തെക്കുറിച്ചും ശലോമോൻ വെളിപ്പെടുത്തുന്നുണ്ട്.
ശലോമോൻ ഇസ്രായേലിന് പുറത്തുള്ള സോർ രാജാവുമായി സഹകരിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തി പലരുടെയും പങ്കാളിത്തത്തിലൂടെയാണ് മുന്നേറുന്നത് എന്ന് കാണിക്കുന്നു. സഭയുടെ വളർച്ച ഒരു വ്യക്തിയുടെ കഴിവിൽ ആശ്രയിച്ചല്ല, വിവിധ ദാനങ്ങളും വിവിധ വ്യക്തികളും ചേർന്നുള്ള കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ്. പൗലോസ് പിന്നീട് ഇതേ ആശയം സഭയെ ക്രിസ്തുവിൻ്റെ ശരീരമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് വിശദീകരിക്കുന്നു. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. ദേവാലയവും ക്രിസ്തുവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. ദേവാലയം പഴയ നിയമത്തിൽ ദൈവ സാന്നിധ്യത്തിൻ്റെ കേന്ദ്രമായിരുന്നു. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു തന്നെയാണ് യഥാർത്ഥ ദേവാലയം. അവനിലൂടെ മനുഷ്യൻ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുന്നു. ഇതിനു പുറമെ സഭയും ഓരോ വിശ്വാസിയും പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. അതിനാൽ ദേവാലയ നിർമ്മാണത്തിൻ്റെ ആത്മീയ അർത്ഥം ഇന്ന് വിശ്വാസികളുടെ ജീവിത നിർമ്മാണത്തിലും സഭയുടെ ആത്മീയ വളർച്ചയിലും നിറവേറുന്നു. ഇന്നത്തെ സഭയ്ക്കുള്ള വിവിധ പ്രയോഗങ്ങളെ നമുക്കിവിടെ കാണാം. ഈ അധ്യായം ഇന്നത്തെ സഭയ്ക്ക് നിരവധി പ്രധാന പാഠങ്ങൾ നൽകുന്നുണ്ട്. ഒന്നാമതായി, സഭയുടെ എല്ലാ പദ്ധതികളുടെയും കേന്ദ്രം ദൈവമഹത്വമായിരിക്കണം, മനുഷ്യ പ്രശസ്തിയല്ല. രണ്ടാമതായി, ദൈവത്തിൻ്റെ വേലയ്ക്ക് ആത്മീയതയോടൊപ്പം പ്രൊഫഷണൽ മികവും ആവശ്യമാണ്. കഴിവിനെ അവഗണിക്കുന്നത് ഒരിക്കലും ആത്മീയതയല്ല. മൂന്നാമതായി, ദൈവരാജ്യ നിർമ്മാണം കൂട്ടായ പ്രവർത്തനമാണ്. പുരോഹിതൻ, കമ്മിറ്റി, ഗായക സംഘം, അധ്യാപകർ, യുവജനങ്ങൾ, സ്ത്രീജനങ്ങൾ, വിശ്വാസികൾ എല്ലാവരും ദൈവത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിലെ സഹപ്രവർത്തകരാണ്. നാലാമതായി, ഒരു സഭയുടെ യഥാർത്ഥ മഹത്വം അതിൻ്റെ കെട്ടിടത്തിൻ്റെ വലിപ്പത്തിലല്ല, അവിടെ പ്രകടമാകുന്ന ദൈവിക സാന്നിധ്യത്തിലാണ്. വ്യക്തിപരമായ ഒരു ആത്മപരിശോധന ഈ ഘട്ടത്തിൽ നമുക്ക് ആവശ്യമാണ്. ഈ അധ്യായം ഓരോ വിശ്വാസിയോടും ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ ആലയമാണ്. എൻ്റെ കഴിവുകൾ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കുന്നുണ്ടോ? ഞാൻ ദൈവരാജ്യ നിർമ്മാണത്തിൽ സജീവ പങ്കാളിയാണോ? എൻ്റെ ആരാധന ആചാരത്തിൽ മാത്രമാണോ അതോ ജീവിത സമർപ്പണത്തിലാണോ? 2 ദിനവൃത്താന്തം 2-ാം അധ്യായം ഒരു നിർമ്മാണ ചരിത്രമല്ല, ദൈവമഹത്വത്തിനു വേണ്ടി ജീവിക്കുന്ന ജീവിതത്തിൻ്റെ മാതൃകയാണ്. ശലോമോൻ ഒരാലയം പണിതു, എന്നാൽ അതിനേക്കാൾ പ്രധാനമായി അദ്ദേഹം തൻ്റെ ഭരണത്തിൻ്റെ കേന്ദ്രത്തിൽ ദൈവത്തെ സ്ഥാപിച്ചു. ഇന്നത്തെ സഭയും ഓരോ വിശ്വാസിയും ഈ അധ്യായത്തിൽ നിന്ന് പഠിക്കേണ്ടത് ഇതാണ്. ദൈവരാജ്യം പണിയുന്നത് കല്ലും മരവും കൊണ്ടല്ല, സമർപ്പിതമായ മനുഷ്യരിലൂടെയാണ്. നമ്മുടെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ അവൻ നമ്മെ തൻ്റെ ആത്മീയ ആലയത്തിൻ്റെ ജീവനുള്ള കല്ലുകളാക്കി മാറ്റുന്നു. അതുകൊണ്ട് 2 ദിനവൃത്താന്തം 2-ാം അധ്യായത്തിൻ്റെ കേന്ദ്ര സന്ദേശം ഇതാണ്. ദൈവത്തിൻ്റെ മഹത്വത്തിനായി സമർപ്പിക്കപ്പെടുന്ന ഓരോ കഴിവും, ഓരോ വിഭവവും, ഓരോ ജീവിതവും ദൈവരാജ്യ നിർമ്മാണത്തിൻ്റെ വിശുദ്ധ ഉപകരണങ്ങളാണ്. ഈ വചനത്താൽ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.